വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു സദ്യ സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ്. അവിയലിൻ്റെ റെസിപ്പിയാണ്. ഇത് വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ ഒട്ടും കുഴഞ്ഞു പോകാത്ത രീതിയിലാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ ഒരു ഓണത്തിന് ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കുക. പലർക്കും അവിയൽ ഉണ്ടാക്കുമ്പോൾ കുഴഞ്ഞു പോകാറുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഉണ്ടാക്കിയാൽ ഒട്ടും തന്നെ കുഴഞ്ഞു പോകില്ല. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിവിടെ വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. എല്ലാം നീളത്തിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ആദ്യം തന്നെ എടുത്തത് മത്തങ്ങയാണ്. അത് നീളത്തിൽ കട്ട് ചെയ്തിട്ട് അത് കഴിഞ്ഞ് മുരിങ്ങാക്കോൽ എടുത്തിട്ടുണ്ട്, കുറച്ച് ഗോവക്ക എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു പൊട്ടറ്റോ, പിന്നെ ചേന എടുത്തിട്ടുണ്ട്, പിന്നെ പടവളങ്ങ എടുത്തിട്ടുണ്ട്, ക്യാരറ്റ് ഉണ്ട്, ഒരു ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്, പിന്നെ കുറച്ച് അമരപ്പയറും ബീൻസും കൂടി എടുത്തിട്ടുണ്ട്. ഒരു 4 വീതമാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് വേവ് കൂടിയ കഷ്ണങ്ങൾ ഞാൻ കുറച്ച് നേരിയതായിട്ടും വേവ് കുറഞ്ഞത് കുറച്ച് കട്ടിയിലുമാണ് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് അധികം വെന്ത് പോകത്തില്ല. അപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ആ പാനിലേക്ക് ആദ്യം തന്നെ വേവ് കൂടിയ കഷ്ണങ്ങളാണ് ഇട്ട് കൊടുക്കുന്നത്. ആദ്യം തന്നെ ചേന ഇട്ട് കൊടുക്കുന്നുണ്ട്, അതിനുശേഷം ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഒരുപാട് കനത്തിൽ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, നേരിയതായിട്ട് കട്ട് ചെയ്താൽ മതി. അതിനുശേഷം പൊട്ടറ്റോ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ എടുക്കാം കേട്ടോ. ഓരോരുത്തർക്ക് ഇഷ്ടമുള്ളതും അവൈലബിൾ ആയിട്ടുള്ള പച്ചക്കറികൾ എടുക്കാം. പൊട്ടറ്റോയ്ക്ക് ശേഷം നമ്മൾ കൊത്തമരയും അതുപോലെ തന്നെ ബീൻസും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മത്തങ്ങയുടെ പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ഒരുവിധം കനത്തിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് മുരിങ്ങാക്കോൽ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഏറ്റവും വേവ് കുറഞ്ഞ ഗോവക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പടവളങ്ങ, അത് നീളത്തിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. എല്ലാം നീളത്തിൽ തന്നെയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ്, ഇതിന് വേവാൻ ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം, വളരെ കുറച്ച് വെള്ളം, ഒരു ഗ്ലാസ് എടുത്തിട്ട് ഒരു പകുതി ഗ്ലാസ്സോളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് വേകുമ്പോൾ ഈ പച്ചക്കറിയിൽ നിന്നും വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ആ വെള്ളവും കൂടി മതിയാവും. ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത്. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് നമ്മളുടെ ഈ വെജിറ്റബിൾസ് കൂടുതലൊന്ന് വെന്ത് പൊടിഞ്ഞ് കലങ്ങി പോകുന്നത്. അപ്പം വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, കാരണം വെജിറ്റബിൾസിൽ നിന്നും വെള്ളം ഇറങ്ങി വരും. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് ഞാൻ മുടി കൊണ്ട് അടച്ച് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്യരുത്, മീഡിയം ടു ലോ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കാം. ഞാനൊരു 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ജീരകം, ഒരു 1/2 ടീസ്പൂണോളം ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ചെറിയ ഉള്ളിയാണ്. ഏകദേശം ഒരു 5 ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വെളുത്തുള്ളി, ഇത് ആവശ്യമെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ ഒരു ടേസ്റ്റ് നല്ല ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാവുന്നതാണ്. ഇനി ഒരു 3 പച്ചമുളക്, എരിവനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇതൊന്ന് ഒട്ടും വെള്ളം ചേർക്കാണ്ട് നന്നായിട്ടൊന്ന് ഒതുക്കിയെടുത്തിട്ട് വരാം. ഒരുപാട് അരച്ചെടുക്കണ്ട, ഒതുക്കിയെടുത്തിട്ട് വരാം. ഈ ഒരു രീതിയിലാണ് കേട്ടോ, ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ല. ഈ ഒരു രീതിയിൽ നന്നായിട്ട് ഒന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട്, വെള്ളം ചേർക്കാതെ എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ടൈമിൽ നമുക്ക് നമ്മുടെ വെജിറ്റബിൾസ് വെന്തോ എന്ന് നോക്കാം. ഇടയ്ക്ക് ഞാൻ ഇളക്കി കൊടുത്തിരുന്നു, മൂടി തുറന്ന് 1-2 പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുത്തിരുന്നു. ഇപ്പോൾ ഇത് നന്നായിട്ട് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്, വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. പക്ഷേ ഒട്ടും കലങ്ങിപ്പോയിട്ടൊന്നുമില്ല. ഇനി ഒരുപാട് ഇങ്ങനെ ഇളക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ വെള്ളം ആ ഒരു ചെറിയൊരു വെള്ളമുണ്ട്, അത് കുഴപ്പമില്ല. നമ്മൾ തേങ്ങ ഇട്ട് കഴിയുമ്പോൾ അതും കൂടി ഒന്ന് വറ്റിക്കോളും. ഇനി നമ്മൾ ഒതുക്കി വെച്ചിരിക്കുന്ന ആ തേങ്ങയുടെ കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്നെങ്കിൽ വേണമെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ ഇട്ട് ഇങ്ങനെ തന്നെ ഇട്ടൊന്ന് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പതിയെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഒന്നും കൂടി ഒരു 1-2 മിനിറ്റ് വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് ഒരു മൂടി കൊണ്ട് അടച്ചൊന്ന് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. 1-2 മിനിറ്റ് മാത്രം മതി, ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. 2 മിനിറ്റ് മാത്രം മതിയാവും. അപ്പോൾ മൂടി കൊണ്ട് അടച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. 2 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഏകദേശം 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ആ ഒരു തേങ്ങയുടെ ചെറുതായിട്ടൊന്ന് പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് ഇതിലേക്ക് 2
2 ടേബിൾ സ്പൂൺ തൈര് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ പുളിപ്പുള്ള തൈരാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ വേവിക്കുമ്പോൾ മാങ്ങ ചേർക്കാം, അല്ലെങ്കിൽ തക്കാളി ചേർക്കാം. പക്ഷേ തൈരിടുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. എന്നിട്ട് വീണ്ടും നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് ഇട്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. തൈരൊന്നും എല്ലായിടത്തും ആവുന്നത് വരെ പതിയെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ താളിക്കാറില്ല, നമ്മൾ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാൻ ആണ് പതിവ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെജിറ്റബിൾസ് വേകുന്ന സമയത്തും ഇതുപോലെ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ലാസ്റ്റ് ഒഴിച്ചു കൊടുക്കാം, ആദ്യവും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിത് ഇപ്പോൾ മിക്സ് ചെയ്യുന്നില്ല, മൂടി കൊണ്ട് അടച്ച് സെർവ് ചെയ്യുന്ന സമയത്ത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ നമ്മളുടെ സദ്യ സ്പെഷ്യൽ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ വെള്ളം കുറച്ച് കുക്ക് ചെയ്തെടുത്താൽ നമ്മളുടെ വെജിറ്റബിൾസ് ഒട്ടും തന്നെ കുഴഞ്ഞു പോകാതെ നല്ല രീതിയിൽ തന്നെ നമുക്ക് അവിയൽ തയ്യാറാക്കാൻ പറ്റും. പലർക്കും അവിയൽ തയ്യാറാക്കുമ്പോൾ കുഴഞ്ഞു പോകുന്നെന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക. ഇതുപോലെ വേറെയും നമ്മുടെ ചാനലിൽ ഓണം റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടു നോക്കിയിട്ടില്ലാത്തവർ ഒന്ന് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെൽ ബട്ടണിൽ ഓൾ പ്രസ് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അതിനുള്ള നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.